ഇന്നലെ കണ്ടൊരു FB പോസ്റ്റാണ്. ചെന്നൈയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൻ്റെ GMൻ്റെ പേരിലാണ് ഈ പോസ്റ്റ്. ഒരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ ഡ്യൂട്ടി മാനേജർ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു പെങ്കൊച്ച് ലോബിലിരുന്ന് കരയുന്നുണ്ട്, അവിടെ ഒരു ഡോളിനിങ്ങനെ പാൽ കൊടുക്കാൻ നോക്കുകയാണ്, സാർ വേഗം വരണം. അവിടെ ചെന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി, കണ്ടാലറിയാം അവൾ ബ്രോക്കണാണ്. അവൾ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല, മരിച്ചു പോവും. ആ സമയത്ത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ സ്മിത വന്നിട്ട് അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ കൂടുതൽ അപ്സെറ്റായി. അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിച്ചു എന്ത് ചെയ്യും, എനിക്കിനി ഒരു സങ്കടം താങ്ങാൻ പറ്റില്ല. ആ സമയത്താണ് അവളുടെ അമ്മ വരുന്നത്, റൂം നമ്പർ 204. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞു 6 മാസം മുമ്പ് അവളുടെ കുഞ്ഞ് മരിച്ചു, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോക്ക് ചെയ്താൽ മരിക്കുന്നത്. ഞങ്ങൾ മധുരന്ന് ഇവിടെ വന്നിട്ടുള്ളൊരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിനാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ എൻ്റെ ലോബിയിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് രാജലക്ഷ്മി, അങ്ങനെ അധികം ആരോട് സംസാരിക്കാറൊന്നുമില്ല, അവർ പറഞ്ഞു, സാറേ ഞാൻ നോക്കട്ടെ. എന്നിട്ട് അവൾ ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെയും കുഞ്ഞ് മരിച്ചുപോയി കുറച്ച് നാളുകൾക്ക് മുമ്പ്. നിൻ്റെ കുഞ്ഞിനെ ഞാൻ കുറച്ച് നേരം നോക്കട്ടെ, ഞാൻ പാട്ട് പാടാം, ഞാൻ പാൽ കൊടുക്കാം. ഈ പെൺകുച്ച് കരച്ചിൽ നിർത്തി രാജലക്ഷ്മി നോക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഈ ഡോൾ അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കാരണം അവളെ ഇതുവരെ ആരും ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് എല്ലാ ദിവസവും രാജലക്ഷ്മി അവൾ വിളിക്കുമായിരുന്നെന്ന്. ഒരു ദിവസം ഹോട്ടലിൽ ഒരു ലെറ്റർ കിട്ടി. അമ്മയാണ് എഴുതിയിട്ടുള്ളത്. സാർ, അവൾ ചിരിച്ചു തുടങ്ങി. അവൾ പ്രഗ്നൻ്റായി. അവൾ പറയുന്നത് ദൈവത്തിൻ്റെ രാജലക്ഷ്മിയുടെ സമ്മാനമെന്നാണ്. അവൾ രാജലക്ഷ്മി വിളിക്കുന്നത് അക്ക, എൽഡർ സിസ്റ്റർ, ഗാർഡിയൻ ഏഞ്ചൽ. ഞാൻ ഓഫീസിലിരുന്ന് കുറച്ച് നേരം കരഞ്ഞുപോയി. അതെനിക്ക് മനസ്സിലായി, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് 5 stars, ഇറ്റ്സ് അബൌട്ട് 5 seconds. വെൻ പെയിൻ മീറ്റ്സ് പ്യുവർ ഹ്യൂമാനിറ്റി, സംതിങ് ബിഗിൻസ് ടു ഹീൽ. രാജലക്ഷ്മി ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്ലോർ മാത്രമല്ല തുടച്ച് വൃത്തിയാക്കിയത്, മനുഷ്യരുടെ സങ്കടങ്ങളും അവൾ തുടച്ച് വൃത്തിയാക്കി. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ അവസാനമായിട്ട് കൂട്ടുകാരുമായിട്ട് വിരുന്നിരിക്കുകയാണ്. ഈശോയ്ക്കറിയാം ചുറ്റുമുള്ള എല്ലാവർക്കും മുറിവുണ്ടെന്ന്. കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ധൈര്യവാൻ, വിശ്വസ്തൻ? മേലങ്കി മാറ്റി അരയിൽ കച്ച കെട്ടി കുനിഞ്ഞിരുന്ന് ഈശോ അവരെ വൃത്തിയാക്കാണ്. ആൻഡ് സംതിങ് ബിഗിൻസ് ടു ഹീൽ. കുനിഞ്ഞൊരുവൻ്റെ പാദങ്ങൾ തൊടാൻ പറ്റുമോ, അവിടെ സൗഖ്യം ആരംഭിക്കുകയാണ്.